സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടും മുഖം തിരിച്ച വകുപ്പ് മന്ത്രി. അതേസമയം KSRTCയുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കണമെന്ന ഉദ്യോഗസ്ഥർക്ക് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കർശന നിർദ്ദേശം. സംസ്ഥാനത്ത് കഴിഞ്ഞ 14 ദിവസമായി ഭൂരിഭാഗം ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിക്കിടക്കുകയാണ്. CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ സമരം തുടരുന്നു. ടെസ്റ്റുകൾ മുടക്കി സമരം ശക്തമായപ്പോൾ 2 തവണ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുമായി വകുപ്പ് ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല. വകുപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥ ലോബികൾ പറയുന്നതനുസരിച്ചാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നാണ് സംഘടനകളുടെ ആക്ഷേപം. ലേണേഴ്സ് പാസ്സായി റോഡ് ടെസ്റ്റിന് വേണ്ടി സ്ലോട്ട് കാത്തിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ നടത്തുന്ന സമരത്തിൽ പരിഹാരം കണ്ടെത്താതെ റോഡ് ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേസമയം അനിശ്ചിതത്വം തുടരുമ്പോഴും സർക്കാരിന്റെ കീഴിൽ KSRTC പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റേഷന് സമീപമുള്ള ഗ്രൗണ്ടിലും ആനയറ ഗ്രൗണ്ടിലുമായിരിക്കും പരിശീലനം. ഇതിനായിട്ടുള്ള വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പരിഷ്കരിച്ച ഉത്തരവിൽ പറയുന്ന രീതിയിൽ ഗ്രൗണ്ടുകൾ തയ്യാറാക്കാതെയാണ് പരിശീലനങ്ങൾ ആരംഭിക്കുന്നതെന്നൊരു ആക്ഷേപവും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ ആരംഭിക്കും വരെ നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നാണ് ആശങ്ക. ജനം, തിരുവനന്തപുരം.